ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. Qualified teachers, well-equipped library and labs, smart class, kids section and extracurricular activities. My name is Stephen. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. Pushpagiril Central School, Idaman 34. Managed by Pushpagiril Education and Charitable Trust. Ayushri Ayurveda Hospital and Panchakarma College. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശ്രീല എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഈ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബൈയിൽ പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റിവാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൌക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബിജിത് കുമാർ. പ്രധാന വാർത്ത. ഇടതു തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ പുനലൂരിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. 100 കണക്കിന് തൊഴിലാളികൾ റാലിയിൽ അണിനിരന്നു. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നാദവിസ്മയമൊരുക്കി പത്മശ്രീ ജയറാം.
ക്ഷേത്രത്തിൽ പഞ്ചാരിമേളം അവതരിപ്പിക്കാൻ കഴിഞ്ഞത് തന്റെ ഭാഗ്യമെന്നും ജയറാം. അഞ്ചൽ അഗസ്ത്യക്കോട്ട് തെരുവ് നായ്ക്കൾ ആടിനെ കടിച്ചുകൊന്നു, ഭീതിയോടെ നാട്ടുകാർ. വാർത്തകൾ വിശദമായി. ലോക തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി പുനലൂരിൽ മെയ് ദിനം ആചരിച്ചു. ഇടത് തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും സംഘടിപ്പിച്ചിരുന്നു. തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ചും തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾക്കായി നീക്കിവയ്ക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. മുതലാളിത്ത രാജ്യമായ അമേരിക്കയിലാണ് ആദ്യമായി തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി ശക്തമായ പ്രക്ഷോഭം നടന്നത്. വളരെ അപകടകരമായ സാഹചര്യങ്ങളിൽ 10-16 മണിക്കൂർ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ 8 മണിക്കൂർ ജോലിക്കായി നടത്തിയ സമരമായിരുന്നു അവകാശ സമരങ്ങളിൽ ഏറ്റവും പ്രധാനം. 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് ഇതിനായുള്ള പോരാട്ടം ശക്തമായത്. 1884 ഷിക്കാഗോയിൽ നടന്ന തൊഴിലാളി സമ്മേളനമാണ് 8 മണിക്കൂർ ജോലി എന്ന ആവശ്യം മുന്നോട്ട് വച്ചത്. 1886 മെയ് 1 അത് നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും വന്നു. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനാഘോഷം നടന്നത് 1923 മെയ് 1 ചെന്നൈയിലെ മറീന ബീച്ചിലാണ് അന്ന് സമ്മേളനം സംഘടിപ്പിച്ചത്. ഇന്ന് 80ലേറെ രാജ്യങ്ങളിൽ മെയ് ദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മെയ് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇടത് തൊഴിലാളി യൂണിയനുകൾ മെയ് ദിന റാലിയും സമ്മേളനവും നടത്തിവരുന്നു. CITU AITUC നേതൃത്വത്തിൽ പുനലൂരിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. CPM ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച റാലി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തൊഴിലാളി മുന്നേറ്റത്തിന് അരങ്ങുറഞ്ഞ പുനലൂരിന്റെ ചരിത്രദീപിലൂടെ ഇതാ കടന്നു വരികയാണ്. പാടത്തും വരമ്പിലും പണിശാലയിലും അയലുകളിലും അധ്വാനിക്കുന്ന തൊഴിലാളികൾ എരിപൊടിയുന്ന വെള്ളത്തും കോടിച്ചെറിയുന്ന മരത്തിൽ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ ലോകത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന തൊഴിലാളികളുടെ ഇന്ന് സാമദേശീയ തൊഴിലാളികളും ആത്മാഭിമാന ലോകത്തോടെ തുടർന്നു നടന്ന സമ്മേളനം CITU നേതാവും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾ അവർ വെറും അടിമകളാണെന്ന് കണ്ടുകൊണ്ട് അവരെ ദുരിതത്തിലും കഷ്ടപ്പാടിലേക്കുമെല്ലാം നയിച്ചുകൊണ്ടിരുന്ന ഭരണവർഗത്തിനും മുതലാളിത്തത്തിനും എതിരായിട്ടുള്ളൊരു പോരാട്ടം ചിക്കാഗോ തെരുവീഥികളിൽ തൊഴിലാളികൾ നടത്തി. ആ സമരത്തെ കഠിനമായ മർദ്ദന മുറകളിലൂടെയും നിറനോക്കൊഴിച്ചുകൊണ്ടുമാണ് ഭരണവർഗം നേരിട്ടത്. പോരാട്ടത്തിൽ ഏർപ്പെട്ടവർ ഒരടയാളം എന്ന നിലയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തിരിച്ചറിയുന്നതിന് വേണ്ടി പോരാട്ടത്തിലേർപ്പെട്ടപ്പോൾ പിടിച്ച കൊടി വെള്ള കൊടിയായിരുന്നു. ഒരടയാളത്തിന് വേണ്ടിയിട്ടാണ് അവർ വെള്ളക്കൊടി പിടിച്ചത്. എന്നാൽ ആ വെള്ളക്കൊടിയുമായി പോയ തൊഴിലാളികൾ തെരുവിൽ പിടഞ്ഞു വീണ് മരണപ്പെട്ടപ്പോൾ അവരുടെ ചുടു രക്തം കൊണ്ട് ആ വെള്ളക്കൊടി ചുവപ്പായി മാറി. അതാണ് നാം ധീരന്മാരായിട്ടുള്ള രക്തസാക്ഷികളുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി അന്ന് മുതൽ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചുമന്ന കൊടി നാം ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് നമുക്ക് കാണേണ്ടതാണ്. AITUC നേതാവ് ജോബോയ് പെരേര അധ്യക്ഷനായി. അഡ്വക്കേറ്റ് PS ചെറിയാൻ സ്വാഗതം പറഞ്ഞു. CITU AITUC നേതാക്കളായ ജോർജ് മാത്യു, MA രാജഗോപാൽ, BP ഉണ്ണികൃഷ്ണൻ, ടൈറ്റസ് സെബാസ്റ്റ്യൻ, S. രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. CITU AITUC യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇടമൺ 34 മെയ് ദിനാഘോഷം സംഘടിപ്പിച്ചു. മെയ് ദിന റാലിയിൽ നിരവധി തൊഴിലാളികൾ അണിനിരന്നു. വെള്ളിമലയിൽ നിന്നും ആരംഭിച്ച റാലി ഇടമൺ 34 സമാപിച്ചു. നിരവധി തൊഴിലാളികൾ റാലിയിൽ അണിനിരന്നു. CITU AITUC നേതാക്കളായ കോമളകുമാർ, PS ശാന്തൻ, സുദർശനൻ, സന്തോഷ്, ഇടമൺ സുജാതൻ, ജലാലുദ്ദീൻ, അമ്മണൻ,
ഷംസുദ്ദീൻ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ലോകം മൊത്തം തൊഴിലാളികൾ ഇന്ന് സംയുക്തമായിട്ട് ട്രേഡ് യൂണിയൻ സംഘടനകൾ മെയ് ദിനം ആഘോഷിക്കുകയാണ്. നമ്മളും ഇനി അടുത്ത നമ്മുടെ പ്രദേശമായ ഇടമൺ 34 ഈ റാലി പോവുകയും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ പൈനാപ്പിൾ ജംഗ്ഷന് സമീപം KSRTC ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 7:30 അപകടം. തിങ്കളാഴ്ച വൈകിട്ട് 7:30 പുനലൂർ പൈനാപ്പിൾ ജംഗ്ഷന് സമീപം KSRTC ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചത്. ഇടമൺ തോണിച്ചാൽ കൊല്ലനരികത്ത് വീട്ടിൽ കേശവനാചാര്യയുടെ മകൻ വിജയനാണ് മരണപ്പെട്ടത്. കൊട്ടാരക്കരയ്ക്ക് പോയ KSRTC ബസും പുനലൂരേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലായിരുന്നു കൂട്ടിയിടിച്ചത്. ശ്യാമളയാണ് വിജയന്റെ ഭാര്യ. ബിനീഷ്, പൊന്നി എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. SBT SBI ലയനത്തിന് പിന്നിൽ വൻകിട കോർപ്പറേറ്റുകളുടെ താൽപര്യമാണെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ന്യൂ ജനറേഷൻ ബാങ്കുകളോട് കിടപിടിക്കണമെങ്കിൽ കോർ ബാങ്കിംഗ് മാത്രം പോരെന്നും മന്ത്രി വ്യക്തമാക്കി. പഴയ ബാങ്കിംഗ് സംവിധാനമൊന്നുമല്ല നമ്മുടെ രാജ്യത്ത് എന്ന് പറയുന്നത്, അതെല്ലാം മാറിപ്പോയി. പുത്തൻ തലമുറ ബാങ്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ബാങ്കിംഗ് മേഖല നമ്മുടെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. വൻകിട കോർപ്പറേറ്റുകളാണ് രാജ്യത്തിലെ ബാങ്കിംഗ് വ്യവസായത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ തന്നെ SBT SBI ലയനം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാണ്. അതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് രാജ്യത്തിലെ വൻകിട കോർപ്പറേറ്റുകളുടെ താല്പര്യം തന്നെയാണ്. അപ്പൊ ബാങ്കിംഗ് മേഖലയിൽ അനുദിനമെന്നോണം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാഥമിക ബാങ്കുകൾക്കും ജില്ലാ ബാങ്കിനും ഒക്കെ തന്നെ മത്സരിക്കേണ്ടി വരുന്നത് പുത്തൻ തലമുറ ബാങ്കുകളോടും പിന്നെ ദേശസാൽക്കരിച്ച് എല്ലാ സംവിധാനങ്ങളോടും നിലനിൽക്കുന്ന ബാങ്കുകളോടുമാണ്. അതിനോട് മത്സരിക്കണമെങ്കിൽ എല്ലാ തലത്തിലും നാം ആധുനികവൽക്കരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖല അടിമുടി മാറിപ്പോയെന്നും ഇന്ന് പുത്തൻ തലമുറ ബാങ്കുകളെ നിയന്ത്രിക്കുന്നത് വൻകിട കോർപ്പറേറ്റുകളാണെന്നും സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. അഞ്ചൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SBIയുടെയും SBTയുടെയും ലയനത്തിനു പിന്നിൽ വൻകിട കോർപ്പറേറ്റുകളുടെ താൽപര്യമായിരുന്നുവെന്നും മന്ത്രി ആരോപിച്ചു. പുത്തൻ തലമുറ ബാങ്കുകളോടെ കിടപിടിക്കണമെങ്കിൽ കോർ ബാങ്കിംഗ് മാത്രം പോരെന്നും ബാങ്കിന്റെ സമീപനം മുതൽ വിവിധ മേഖലകളിൽ മാറ്റം അനിവാര്യമാണെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നാദവിസ്മയമൊരുക്കി പത്മശ്രീ ജയറാമിന്റെ പഞ്ചാരിമേളം. മഹാഗണപതി ക്ഷേത്രത്തിലെ മേടത്തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായാണ് ജയറാം നാദവിസ്മയമൊരുക്കിയത്. ചലച്ചിത്ര നടൻ പത്മശ്രീ ജയറാമും സംഘവും കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ മേടത്തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രനടയിൽ അവതരിപ്പിച്ച പഞ്ചാരിമേളം നാടിന് നവ്യാനുഭവമായി. ആരോഹണ അവരോഹണമായി മേളം കൊട്ടിക്കയറിയത് കാണികൾക്ക് ദൃശ്യശ്രാവ്യ നവ്യാനുഭൂതി പകർന്നു. ചെണ്ട, കുഴൽ, ഇലത്താളം, കൊമ്പ് എന്നിവയുടെ താളം കൊട്ടാരക്കര തമ്പുരാന്റെ നാട്ടിൽ ഉയർന്നു കേട്ടു.
വലതു കൈയിൽ കോലും ഇടത് കൈയും ഉപയോഗിച്ച് അസുരവാദ്യമായ ചെണ്ടയിൽ മേളത്തിന്റെ അകമ്പടിയൊരുക്കുന്ന ജയറാമിന്റെ നേതൃത്വം ഏവരെയും ആകർഷിച്ചു. ഗണപതി ക്ഷേത്രത്തിലെ 10ാം ഉത്സവത്തോടനുബന്ധിച്ചാണ് ജയറാമിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രനടയിൽ പഞ്ചാരിമേളം അരങ്ങേറിയത്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പഞ്ചാരിമേളത്തിൽ ജയറാമിനൊപ്പം 100ൽ പരം വാദ്യകലാകാരന്മാർ പങ്കാളികളായി. 1 മുതൽ 5 കാലങ്ങളിലായി കൊട്ടിക്കയറിയ മേളം കാണികളെ മേളത്തിലേക്ക് നയിക്കുകയായിരുന്നു. 2.5 മണിക്കൂർ കാണികളും കലാകാരന്മാരും ഒരുപോലെയാകുന്ന കാഴ്ചയാണ് കൊട്ടാരക്കര തമ്പുരാന്റെ നാട്ടിൽ കാണാൻ സാധിച്ചത്. നടൻ ജയറാമിനെ കാണുവാനും പഞ്ചാരിമേളം ആസ്വദിക്കുവാനുമായി ആയിരക്കണക്കിന് പേരാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. ജനബാഹുല്യം നിമിത്തം ഭൂരിപക്ഷം പേർക്കും ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. പോലീസിന്റെയും ക്ഷേത്ര ഭാരവാഹികളുടെയും നിയന്ത്രണങ്ങൾക്കപ്പുറമായിരുന്നു ജനത്തിരക്ക്. പഞ്ചാരിമേളം അവതരിപ്പിക്കുവാൻ എത്തിച്ചേർന്ന ജയറാമിനെ ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചാദരിച്ചു. 11 നാൾ നീണ്ടുനിന്ന ഉത്സവത്തിന് ഞായറാഴ്ച സമാപനമാകും. രാവിലെ 8 മുതൽ ആറാട്ടും തൃക്കൊടിയിറക്കം നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പഞ്ചാരിമേളം അവതരിപ്പിക്കാൻ കഴിഞ്ഞത് തന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ചലച്ചിത്ര താരം ജയറാം. അടുത്ത മാസം 26-ന് പനച്ചിക്കാൽ ക്ഷേത്രത്തിൽ പാണ്ടിമേളത്തിന്റെ അരങ്ങേറ്റം നടക്കുമെന്നും ജയറാം പറഞ്ഞു. കൊട്ടാരക്കര ഗണപതിയുടെ മുമ്പിൽ ഇത്തരം ഒരു മേളവുമായി വന്ന് നിൽക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും എന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം പലപ്പോഴും ഭഗവാനെ ദർശിക്കാൻ ഇവിടെ വരാനും അല്ലെങ്കിൽ ഭഗവാന്റെ അത്തമ്മൂടൽ പോലെയുള്ള വഴിപാടുകൾ നടത്താനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലെങ്കിലും അദ്ദേഹം ഈ നടയിൽ എന്നെ കൊട്ടാൻ അനുവദിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരുപാട് സന്തോഷം. ഞാൻ അതിന് ഗണേശനോട് നന്ദി പറയണം. മറ്റ് എൻ്റെ ഇവിടെയുള്ള സുഹൃത്തുക്കളോടും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോടും എല്ലാം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം പഞ്ചാരിമേളത്തിന്റെ 5 കാലങ്ങളും കൊട്ടിക്കയറുമ്പോൾ പലപ്പോഴും ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, പലപ്പോഴും കേൾവിക്കാരായി വരുന്നത് ഒരു സിനിമാകാരന്റെ കുറച്ച് നേരത്തെ ഒരു നേരം പോക്ക് അതിന് കണ്ടിട്ട് പോവാം എന്ന് പറഞ്ഞു വരുന്നവരിൽ പലരും എപ്പോഴും പല സ്ഥലങ്ങളിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ പറയുന്നത് മേളത്തിന് ഏറ്റവും കൂടുതൽ സേവിക്കുന്ന തൃശ്ശൂർ ജില്ലക്കാർ അല്ലെങ്കിൽ പാലക്കാട് ജില്ലക്കാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോയി മേളം നടത്തുമ്പോഴും 5ാം കാലത്തിന്റെ തീരുകലാശം വരെ ആയിരക്കണക്കിന് കൈകൾ വാനിൽ ഉയർത്തി പോകുമ്പോൾ അവർ പറയും, ജയറാമേട്ട തകർത്തു കളഞ്ഞു, ഞങ്ങളുടെ വിശ്വാസത്തിന് ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഒരുപാട് അപ്പുറത്താണ്. ഞാനത് എന്റെ ഓരോരിക്കലും ഓരോ തവണയും ഇത്തരമുള്ള നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ ആദ്യം ഞാൻ എന്റെ ഗുരുനാഥന്മാരെ വിളിച്ചറിയിക്കും. ശ്രീ തലച്ചന നന്ദകുമാർ അല്ലെങ്കിൽ മാർഗി കൃഷ്ണദാസ് അല്ലെങ്കിൽ എന്നെ ഈ മേളത്തിൽ ഇത്രയും കൊണ്ട് എത്തിച്ച ശ്രീ മട്ടന്നൂർ ശങ്കരന്മാരൻ എന്നിവരോടെല്ലാം ഞാൻ അപ്പോൾ വിളിച്ചു പറയും. എന്നിട്ട് ഞാൻ തമാശയായി എന്റെ ഗുരുനാഥന്മാരോട് പറയും, ഒരു ദിവസം ആളുകൾ പൂരപ്പറമ്പിൽ പറയും ഗുരുവിനേക്കാൾ കേമമായി ശിഷ്യനെന്ന്. അത് അത്തരമൊരു സന്ദർഭം ഉണ്ടാകട്ടെ, അതിനു വേണ്ടിയിട്ടാണ് എന്റെ എല്ലാ പരിശ്രമങ്ങളും. പഞ്ചാരിമേളമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം കഴിഞ്ഞ 1 വർഷമായി ഞാൻ മട്ടന്നൂരിന്റെ കീഴിൽ പാണ്ടിമേളം അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു അരങ്ങേറ്റമാണ് അടുത്ത മാസം 26-ാം തീയതി പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിൽ. ദേവിയുടെ സന്നിധിയിൽ ദിവസങ്ങളോ അല്ലെങ്കിൽ എപ്പോ എന്നുള്ളതില്ല. മൂകാംബികയുടെ സങ്കല്പമുള്ള ദേവീ സന്നിധിയിൽ എപ്പോ വേണമെങ്കിലും അരങ്ങേറ്റം നടത്താൻ അടുത്ത മാസം 26-ാം തീയതി രാവിലെയാണ് എന്റെ പാണ്ടിമേളത്തിന്റെ അരങ്ങേറ്റം. അതിലും എന്റെ ഗുരുനാഥന്റെ ഒപ്പം നിന്ന് അല്ലെങ്കിൽ അതിലും കേമമായി എന്ന് പറയിക്കാൻ കൊട്ടാരക്കര ഗണപതിയുടെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലെ എന്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഇഷ്ടങ്ങളാണ് ഞാനിപ്പോഴും കൊണ്ടുവരുന്നത്. ഒന്നും വഴിയിൽ വെച്ച് എന്റെ കൂടെ യാത്ര തുടങ്ങിയതല്ല. ഞാൻ ജനിച്ചു വളർന്ന എന്റെ സാഹചര്യം എന്ന് പറയുന്നത് കാട്ടാനകളെ പിടിച്ച് കുഴിയിലാക്കി 6 മാസക്കാലം അല്ലെങ്കിൽ 1 വർഷം അതിനെ മെരുക്കിയെടുത്ത് സഹ്യന്റെ മക്കളെ നാട്ടാനകളാക്കി മാറ്റുന്ന പ്രക്രിയ മുഴുവൻ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കണം. എന്റെ വീടിന്റെ തൊട്ടടുത്ത് കോറനാട് എന്ന് പറയുന്ന ആനക്കളരിയിൽ 1977 ആനപിടുത്തം അവസാനിക്കുന്ന കാലഘട്ടം വരെ എന്റെ കൺമുമ്പിലൂടെയാണ് ഇന്ന് നാട്ടിൽ കാണുന്ന എത്രയോ കാട്ടാനകളിൽ നിന്നും നാട്ടാനകളായി മാറിപ്പോയിട്ടുള്ളത്. അപ്പൊ അന്ന് തൊട്ടുള്ള തുടങ്ങിയ ഒരു ആന ഭ്രമമാണ്. അതേപോലെയാണ് ഒരു അമ്പലവാസിയായി ജനിച്ചു വളർന്നിട്ടുള്ള എനിക്ക് ക്ഷേത്രസന്നിധിയിൽ വരുന്ന അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള മേളക്കാരും. അപ്പൊ അത് കുട്ടിക്കാലം തൊട്ട് കണ്ട് എന്റെ ആദ്യത്തെ ഗുരുനാഥൻ എന്ന് പറയുന്ന എന്റെ വീട്ടിലെ മേശയായിരുന്നു. ആ മേശയിൽ വന്ന് മേളം കഴിഞ്ഞാൽ ഞാൻ കൊട്ടി പഠിക്കുമായിരുന്നു. അച്ഛന്റെ മുത്തച്ഛന്മാരുടെയൊക്കെ വഴക്ക് കേട്ടാലും അതിനു മുകളിൽ അങ്ങനെ ഒരു ഗുരുനാഥൻ ഇല്ലാതെ തുടങ്ങിയതാണ്. എങ്കിലും ഇപ്പോഴും ഷൂട്ടിംഗ് നടക്കുന്ന വേദികളിൽ ഞാൻ ഒരു ദിവസം പോലും എന്റെ സാധകം മുടക്കാറില്ല. ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ആകാശം മിഠായി എന്ന് പറയുന്ന ചിത്രമാണ്. തമിഴിൽ പ്രഗത്ഭനായ സംവിധായകൻ അദ്ദേഹം തമിഴിൽ ചെയ്ത അതേ സിനിമ മലയാളത്തിൽ അദ്ദേഹം ചെയ്യുകയാണ്. അപ്പോ അദ്ദേഹം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മലയാളത്തിലുള്ള പ്രശസ്തരായിട്ടുള്ള ഒരുപാട് നടന്മാർ എന്റെ ഒപ്പം പാലക്കാടായിരുന്നു ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത്. രാവിലെ അവരോടെല്ലാം ഞാൻ മാപ്പ് ചോദിച്ചിട്ടാണ്
5 മണി തൊട്ട് ഞാൻ സ്വാഗതം തുടങ്ങും. ചെണ്ടയിലുള്ള ശബ്ദം ഒരു ഹോട്ടൽ മുറിയിൽ എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ചോദിക്കും എത്ര മണിക്ക് നാളെ തുടങ്ങും. ഞാൻ പറഞ്ഞൊരു 5:30 ആക്കി കൂടെ നേർക്കേഞ്ചി. അങ്ങനെ അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. എന്ന് ജയറാമന് നിൽക്കാൻ കഴിവില്ലാതാവുന്ന അല്ലെങ്കിൽ കൊട്ടാൻ വയ്യാതാവുന്ന കാലം വരെ ഈ ഒരു കലയും കൂടെ കൊണ്ട് നടക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475233515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ജനസമ്പർക്ക പരിപാടി വൻ വിജയമായിരുന്നുവെന്ന് പത്തനാപുരം തഹസിൽദാർ TC ബാബുക്കുട്ടി ചാനൽ ലൈവിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ജനസമ്പർക്ക പരിപാടി സമാശ്വാസം 2017 വളരെ വിജയകരമായി പത്തനാപുരം താലൂക്കിൽ നടത്തുവാൻ കഴിഞ്ഞു. 425 അപേക്ഷകൾ ഇന്നലെ തന്നെ ലഭിക്കുകയുണ്ടായി. അപേക്ഷകളിൽ പലവിധ വിഷയങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പല കാലങ്ങളായി നടക്കാതിരുന്ന പല അപേക്ഷകളും അതിനൊക്കെ പരിഹാരവുമായി ധാരാളം ആളുകൾ സമീപിക്കുകയുണ്ടായി. ആളുകളുടെ പെൻഷൻ കിട്ടുന്നതിന്, അതുപോലെ വസ്തുവും ഭൂമിയും കിട്ടുന്നതിന്, ഭൂമി പതിച്ചു കിട്ടുന്നതിന്, എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നതിനുള്ള പെറ്റീഷനുകൾ, പിന്നെ ധാരാളം പെറ്റീഷനുകൾ കിട്ടുകയുണ്ടായി. വികലാംഗരായ ആൾക്കാർ, അവർക്ക് വികലാംഗർക്ക് ഉള്ള തൊഴിൽ സംബന്ധമായ സഹായം ലഭിക്കണമെന്ന് ആവശ്യം. പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ സഹായം കിട്ടുന്നതിന് 95 അപേക്ഷകൾ കിട്ടുകയുണ്ടായി. APL BPL കാർഡ് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ, പിന്നെ ധാരാളം അപേക്ഷകളുണ്ടായി. അതിലൊക്കെയും ജില്ലാ കളക്ടർ ഓരോ കേസുകളും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളുമായി ചർച്ച ചെയ്ത് അതിലൊക്കെയും പരിഹാര നിർദ്ദേശങ്ങൾ നൽകി അത് ബന്ധപ്പെട്ട വകുപ്പുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായി അതിലൊക്കെയും അനുകൂല തീരുമാനമെടുത്ത് നടപ്പാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻപ് ലഭിച്ച 406 അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ 42 കേസുകളിലായിട്ട് 2,85,000 രൂപ ധനസഹായം അനുവദിച്ചു.
മറ്റ് പല കേസുകളിലും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. 250 കേസ് റവന്യൂവിൻ്റെതും 156 കേസ് മറ്റ് വകുപ്പുകളുടേതുമാണ്. അതൊക്കെയും അനുകൂലമായ പല തീരുമാനങ്ങളും ഇതിലൊക്കെയും എടുക്കാൻ കഴിഞ്ഞു. ആളുകൾക്ക് വിഷയങ്ങൾ പല കാലങ്ങളായി നടക്കാത്ത വിഷയങ്ങളൊക്കെയും പരിഹരിക്കുന്നതിന് ഈ ജനസമ്പർക്ക പരിപാടി ഞങ്ങൾക്ക് വളരെയധികം ഗുണകരമായി ഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇതിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ കൂടാതെ സബ് കളക്ടർ, ADM ശ്രീ അബ്ദുൽ സലാം, അതുപോലെ ഡെപ്യൂട്ടി കളക്ടേഴ്സായ ശ്രീ സജീവ് സാറ്, അതുപോലെ വർഗീസ് പണിക്കർ സാറ്, അഡീഷണൽ തഹസിൽദാർ ശ്രീ N വേണുഗോപാൽ, വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് താലൂക്ക് തല ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ഇതിലേക്ക് വന്നിരുന്നു. പ്രധാനമായിട്ട് സിവിൽ സപ്ലൈസ്, ബ്ലോക്ക്, അതുപോലെ PWD, ഗ്രാമപഞ്ചായത്തുകൾ, എല്ലാ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരും, അതുപോലെ വിവിധ ബാങ്കുകളെ പ്രതിനിധീകരിച്ച് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറസ്റ്റ്, KSEB, പോലീസ്, എക്സൈസ് തുടങ്ങിയുള്ള മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്ന അവരുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും താലൂക്ക് തല ഉദ്യോഗസ്ഥന്മാർ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കളിയും ചിരിയും ആട്ടവും പാട്ടുമായി ചങ്ങാതിക്കൂട്ടം സമാപിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയുടെ തലമുറയായി മാറുമെന്ന പ്രതിജ്ഞയോടെയാണ് പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിൽ നടന്ന സഹവാസ ക്യാമ്പ് സമാപിച്ചത്. വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യക്തിത്വ വികസനത്തിനുമായി പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ അധ്യാപകരും PTA-യും മാനേജ്മെന്റും ചേർന്ന് സംഘടിപ്പിച്ച ത്രിദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. വിദ്യാർത്ഥികളുടെ സർഗശക്തികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രമുഖ വ്യക്തികൾ വിവിധ ദിവസങ്ങളിലായി ക്ലാസും പരിശീലനവും നൽകുന്നതിനായി ഇവിടെ എത്തിയിരുന്നു. നാട്ടറിവിന്റെയും നാട്ടുപഴമയുടെയും ലോകം പരിചയപ്പെടുത്തുന്ന നാട്ടുപഴമ, നാടൻ പാട്ടുകളും ആട്ടവും പാട്ടും പരിചയപ്പെടുത്തുന്ന നാട്ടരങ്ങ്, വിജ്ഞാനപ്രദമായ ഷോർട്ട് ഫിലിം പ്രദർശനം, പാഴ്വസ്തുക്കൾക്ക് ജീവൻ പകർന്നുകൊണ്ടുള്ള കരകൗശല പരിശീലനം, ശാസ്ത്രവിഷയങ്ങളിൽ കൗതുകവും ജിജ്ഞാസയും വളർത്തുന്ന ശാസ്ത്രരസം, അഭിനയവും സംഗീതവും പരിശീലിപ്പിക്കാൻ തിയേറ്റർ ഗെയിംസ്, മാന്ത്രിക വിസ്മയം, യോഗ ക്ലാസ്, കരോക്കെ ഗാനമേള എന്നിവ പരിശീലനത്തിന്റെ ഭാഗമായി നടന്നു. കലാ അധ്യാപകനായ P. കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന വരമേളയോടെയാണ് സഹവാസ ക്യാമ്പ് സമാപിച്ചത്. സംസ്ഥാനത്തെ പ്രമുഖ വ്യക്തികൾ വിവിധ ദിവസങ്ങളിൽ ക്ലാസും പരിശീലനവും നൽകി. ഹെഡ്മാസ്റ്റർ അലക്സ് ദാനിയൽ, PTA പ്രസിഡന്റ് തുളസീധരൻ പിള്ള, G. സാം, ബിനു ദാനിയൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ആട് ചത്തു. അഗസ്ത്യക്കോട് SP ഭവനിൽ മോഹനൻ പിള്ളയുടെ ആടിനെയാണ് തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെയാണ് ഒരു കൂട്ടം തെരുവു നായ്ക്കൾ ആട്ടിൻ തൊഴുത്തിൽ കയറി ആടിനെ കടിച്ചു കീറി കൊന്നത്. അഞ്ചൽ അഗസ്ത്യക്കോട് SP ഭവനിൽ മോഹനൻ പിള്ളയുടെ ആടിനെയാണ് തെരുവു നായ്ക്കൾ കൊന്നത്. ഒരാഴ്ച മുമ്പ് ഇവരുടെ മറ്റൊരാടിനെയും തെരുവു നായ്ക്കൾ കടിച്ചു കൊന്നിരുന്നു. 2ാം തവണയും തെരുവു നായ്ക്കൾ എത്തി ആടിനെ കൊന്നതോടെ പരിഭ്രാന്തരായിരിക്കുകയാണ് ഈ കുടുംബം. വീട്ടിൽ ബാക്കിയുള്ള ഗർഭിണിയായ പശുവിനെ അടക്കം വിൽക്കുവാനുള്ള ശ്രമത്തിലാണ് ഇവർ. ആടിനെയും പശുവിനെയും വളർത്തി കുടുംബം പുലർത്തിയിരുന്ന ഈ കുടുംബം തെരുവുനായ്ക്കളെ പേടിച്ച് എല്ലാം ഉപേക്ഷിക്കാനുള്ള ശ്രമത്തിലാണെന്ന് കണ്ണീരോടെ ഇവർ പറയുന്നു. പട്ടികളൊന്ന് പറിക്കുന്നുണ്ട്. ഞങ്ങൾ ചാടി ഇറങ്ങി വന്നപ്പോഴത്തേന് അതിനെ കൊന്നു കഴിഞ്ഞു. അപ്പൊ പിന്നെ എടുത്ത് ഇവിടെ ഇട്ട വെച്ച് ഞങ്ങൾ പിന്നെ അങ്ങ് ചെയ്യുന്നില്ല. പിന്നെയും കൂടെ പട്ടികൾ കയറി വരും. എത്ര ചില ഉറപ്പ് കഴിഞ്ഞ് നമ്മൾ കുത്തിയിരിക്കും. എന്നിട്ട് 2 തോട്ടം വന്നു. വലിയ ആടിനെ ഇതുപോലെ കടിച്ചു കൊന്നത്. അത് ഞങ്ങൾ കണ്ടില്ല. പട്ടി ചാടി പോയി. എന്തോ അത് മെനഞ്ഞാന്ന് ഒരാഴ്ചയല്ല മെനഞ്ഞാന്നാ വലിയ ആടിനെ കൊല്ലുന്നത്. പശുവിനെ അഴിച്ച് മാറ്റിയതിന് ശേഷം വന്ന് അതിനെ കടിച്ചു പറിച്ചത് അത് വീണ്ടും. അത് ഏത് ഗവൺമെന്റ് തീരുമാനമായത്? പട്ടിയെ കൊല്ലരുത്, വളർത്തുമൃഗങ്ങളെ കൊല്ലാം, മനുഷ്യനെ കൊല്ലാം. ഏത് ഗവൺമെന്റ് തീരുമാനം? അത് ഞങ്ങൾക്കൊന്നും അറിയണം. ഇവിടുത്തെ ജനങ്ങൾ അതിന് ശക്തമായിട്ട് എതിർക്കും. ഏത് പാർട്ടി വന്നാലും അതിനകത്ത് ഏത് ഒരു പാർട്ടിയുടെ നിയമം ഇവിടെ പ്രശ്നമല്ല ജനങ്ങൾക്ക്. സ്ഥിരമായിട്ട് ഇപ്പൊ രാവിലെ ഞാൻ പശുവിനെ വെച്ചതിന് ശേഷം കഴുത്ത് കടിച്ചു വരിച്ച് എന്നിട്ട് ചത്തതേ ഉള്ളായിരുന്നു. അന്നേരം ഞങ്ങൾ അനക്കം കേട്ടപ്പോൾ ഞങ്ങൾ ഓടി വന്നില്ല. ഞാൻ ഓർമ്മയുണ്ടായിരുന്നു. മനുഷ്യന് ജീവിക്കേണ്ട പട്ടിക്ക് മാത്രം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തിരുനായ്ക്ക് മാത്രം ജീവിച്ചാൽ മതി. ചത്തത് അന്നേരേ ചത്ത്. ഇത്തരം കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കുന്നുമില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയിൽ കാരുണ്യ പ്രയാണം 2017 തുടക്കമായി. 1 വർഷം നീണ്ടു നിൽക്കുന്ന നിരവധി പരിപാടികളാണ് ആശുപത്രി നടപ്പിലാക്കുന്നത്.
ആതുര സേവന രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകിയ അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ സാമൂഹ്യ സേവന രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ്. കാരുണ്യ പ്രയാണം 2017 എന്ന പദ്ധതിയിലൂടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർക്ക് സന്തോഷകരമായ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്തുന്നതിനുള്ള ഒട്ടേറെ പരിപാടികളാണ് നടന്നുവരുന്നത്. ആരോഗ്യരംഗത്തെ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് പാവങ്ങളുടെയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ആരോഗ്യ പരിചരണ പ്രവർത്തനങ്ങളുമായി സെന്റ് ജോസഫ് ആശുപത്രി വളരെ ദൂരം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. കാരുണ്യപ്രയാണം 2017 ഭാഗമായി ഏപ്രിൽ 30 ജീവിതശൈലിയും വന്ധ്യതയും സമഗ്ര ആരോഗ്യ പരിപാലനം സ്ത്രീകളിൽ എന്ന വിഷയങ്ങളെ ആസ്പദമാക്കി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. മെയ് 4 അപകടത്തിൽപ്പെടുന്നവർക്ക് പെട്ടെന്ന് നൽകേണ്ട ശുശ്രൂഷകളെ പറ്റിയുള്ള ലൈഫ് സപ്പോർട്ട് ട്രെയിനിംഗ്, മെയ് 14 സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, മെയ് 17 സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം തുടങ്ങി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നിരവധി പരിപാടികളാണ് സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത്. ജീവിതശൈലിയും വന്ധ്യതയും സമഗ്ര ആരോഗ്യ പരിപാലനം സ്ത്രീകളിൽ എന്ന വിഷയങ്ങളെ ആസ്പദമാക്കി ഡോക്ടർ ആർ അനുപമ, ഡോക്ടർ ബിനുകുമാരി, ഡോക്ടർ മഞ്ജുപ്രഭ എന്നിവർ ക്ലാസുകൾ നയിക്കും. തികച്ചും സൗജന്യമായാണ് ഈ ക്ലാസുകളും പ്രോഗ്രാമുകളും സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയിൽ നടത്തപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതു തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ പുനലൂരിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. നൂറുകണക്കിന് തൊഴിലാളികൾ റാലിയിൽ അണിനിരന്നു. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നാദവിസ്മയമൊരുക്കി പത്മശ്രീ ജയറാം. ക്ഷേത്രത്തിൽ പഞ്ചാരി മേളം അവതരിപ്പിക്കാൻ കഴിഞ്ഞത് തന്റെ ഭാഗ്യമെന്നും ജയറാം. അഞ്ചൽ അഗസ്ത്യക്കോട്ട് തെരുവു നായ്ക്കൾ ആടിനെ കടിച്ചുകൊന്നു, ഭീതിയോടെ നാട്ടുകാർ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഏടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475233515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി